ഇന്ത്യൻ സൈനികന്റെ ജീവൻ കാക്കാൻ ഒരു ഇന്ത്യൻ ഡോഗ് സ്ക്വാഡ് തന്നെ ആയാലോ? ആരും ചിന്തിക്കാത്ത പദ്ധതികളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നമുക്കറിയാം, തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പ്രൊജക്ടുകളൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ തീരുവയുദ്ധത്തിനിടയിൽ പോലും മോദി സർക്കാർ അതിനെ സ്വദേശിവൽക്കരണത്തിന് ഒരു അവസരമായി മാറ്റുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടത്. ഇപ്പോൾ ഇത് വൈറലാകുന്നത് അത്തരത്തിലുള്ള തദ്ദേശീയമായ ഒരു ഡോഗ് സ്ക്വാഡിനെ പറ്റിയുള്ള വീഡിയോകളാണ്. കാലാകാലങ്ങളായി ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ, മാൽനോയ്സ് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട നായകൾ വഹിച്ചു പോന്നിരുന്ന പദവിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ നാടൻ നായ്ക്കൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ആന്ധ്രയിലെ നാടൻ നായക്കുട്ടന്മാരെ പറ്റിയാണ്. ഇന്ത്യൻ പരിയ ഇനത്തിൽപ്പെട്ട നായായിട്ടുള്ള ഡിപ്സിയുടെ വീരസാഹസ കഥകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ഇനത്തിൽപ്പെട്ട നായകൾക്ക് വലിയ കയ്യടി ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, തെലങ്കാന അതിർത്തിക്ക് സമീപം ഇത്തരത്തിൽ ഇന്ത്യൻ ആർമിയുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നക്സലേറ്റുകളെ തുടച്ചു നീക്കാൻ വേണ്ടി 2026 മാർച്ചോടെ നക്സലേറ്റുകൾ പൂർണ്ണമായി ഒരു നക്സൽ മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ അവിടെ ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കുന്നുണ്ട്, അതിർത്തികളിൽ ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും ഉള്ള ഉൾവനാന്തരങ്ങളിൽ. അപ്പോൾ അത്തരത്തിൽ തെലങ്കാന അതിർത്തിക്ക് സമീപം ബീജാപൂർ ജില്ലയിലെ നിബിഡ വനങ്ങളിൽ 228ാം ബറ്റാലിയന്റെ ഭാഗമായിട്ടാണ് ഈ സ്നിഫർ ഡോഗ്, അതായത് ഡിപ്സി എന്ന പേരിലുള്ള ഈ സ്നിഫർ ഡോഗ് ഇപ്പോൾ ഉള്ളത്. നക്സൽ ബാധിത മേഖലകളിൽ IED ബോംബുകൾ കണ്ടെത്തി 2 തവണ സൈനികരുടെ ജീവൻ രക്ഷിച്ച ഒരു നായക്കുട്ടനാണ് ഡിപ്സി എന്ന് പറയുന്നത്. അങ്ങനെ ഡിപ്സി ബറ്റാലിയന്റെ ഹീറോ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. സ്ഫോടക വസ്തുവായിട്ടുള്ള IED കണ്ടെത്താനുള്ള ഡിപ്സിയുടെ കഴിവിനെ കുറിച്ച് സൈനികർ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോ വിദേശ ബ്രീഡുകളായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിനും ലാബ്രഡോറിനും മാൽനോയ്സിനും ഒക്കെ ഇന്ത്യൻ കാലാവസ്ഥയിൽ അധികകാലം അതിജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ നാടൻ ഇനത്തിൽപ്പെട്ട നായകൾക്ക് ഈ പ്രശ്നമില്ല. ഇന്ത്യൻ കാലാവസ്ഥയിൽ ദീർഘകാലം ആരോഗ്യത്തോടെ ഇരിക്കാനും ഏത് സാഹചര്യത്തിലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയും. ശൗര്യത്തിലും ഇവർ ഒട്ടും തന്നെ പിന്നിലല്ല. കൃത്യമായ ട്രെയിനിങ് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിദേശ ബ്രീഡുകളെക്കാൾ ശോഭിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. അപ്പൊ ഇന്ത്യയിലെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവും അസാധാരണമായിട്ടുള്ള സഹനശക്തിയും ഉദ്യോഗസ്ഥർ എടുത്തു പറയുന്നുണ്ട്. ഈ നായകളെ പറ്റി അവർ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദീർഘദൂരം സഞ്ചരിച്ചാൽ പോലും ക്ഷീണമേൽക്കാത്ത ഇനമാണ് ഈ നായ്ക്കുട്ടന്മാർ. എന്തായാലും ഈ ഇനത്തിന് പ്രത്യേക ഭക്ഷണക്രമവും ആവശ്യമില്ല. അപ്പൊ ഈ പ്രത്യേകതകളൊക്കെ മുന്നിൽ കണ്ടാണ് മോദി ഈ ഇനത്തിൽപ്പെട്ട നായകളെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചത്. 2 തവണ IED കണ്ടെത്തി CRPF ജവാന്മാരുടെ ജീവൻ രക്ഷിച്ചതിലൂടെയാണ് ഡിപ്സി എന്ന നായക്ക് ബറ്റാലിയന്റെ നായകൻ എന്നൊരു പദവിയൊക്കെ ലഭിച്ചത്. അടുത്തിടെ നടന്ന ഒരു ഓപ്പറേഷനിടെ റോളോ എന്നൊരു നായ വീരമൃത്യു വരിച്ചിരുന്നു. ആ നായയുടെ ഓർമ്മയ്ക്കായിട്ട് യൂണിറ്റ് ആസ്ഥാനത്തെ ഒരു ഹോൾ തന്നെ റോളോയുടെ പേരിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സൈനികന്റെ ശവപ്പെട്ടിയിൽ വരെ അഴിമതി കാണിച്ചിരുന്ന കോൺഗ്രസിന്റെ ഭരണകാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ മോദി സർക്കാരിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊലിയുന്ന ഓരോ ജീവന് വേണ്ടിയും കണക്ക് ചോദിക്കപ്പെടും. സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒഴുക്കുന്ന ചോരയും നീരും ഒഴുക്കുന്ന ഓരോ ജീവനും അതൊരു നായയാണെങ്കിൽ പോലും അതുപോലും ആദരിക്കപ്പെടും. അങ്ങനെ ഒരു ഇന്ത്യയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യ, മോദിയുടെ ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.